ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരു യാത്ര പോയ വിശേഷങ്ങളാണ്. കക്കയത്തേക്കും കരിയാത്തുംപാറയിലേക്കും പോയ വിശേഷങ്ങൾ. ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കക്കയത്തേക്ക് പോയ വിശേഷങ്ങളും അടുത്ത പാർട്ടിൽ കരിയാത്തുംപാറയിലേക്ക് പോയ വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് കാണാല്ലേ. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഞങ്ങളൊരു 6 മണി 6:30 സമയമായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലത്തേക്ക് വേണ്ട ഫുഡോ ഉച്ചക്കത്തേക്ക് വേണ്ട ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കിയിട്ട് അത് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ വെച്ച് ഞങ്ങൾ കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ മക്കൾക്ക് വേണ്ട കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കടലുണ്ടി റെയിൽവേ ഗേറ്റ് ആണ്. റോഡ് സൈഡിനൊക്കെ ഉള്ള ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ ഞങ്ങള് കരിയാത്തുംപാറ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ കരിയാത്തുംപാറ ഒന്ന് ഇറങ്ങി അധികം നേരം ഇരുന്നിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കരിയാത്തുംപാറൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. രാവിലത്തെ പത്തിരിയും ചായയൊക്കെ കഴിക്കുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പോവുകയാണ്. ഇനി കക്കയത്തേക്കാണ് പോകുന്നത്. വയനാട് ചുരമൊക്കെ കയറുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ ഈ കക്കയത്തേക്ക് പോകുമ്പോൾ കിട്ടുക. ചെറിയ റോഡാന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ മലകളൊക്കെ കയറിയിട്ട് വേണം നമ്മൾ കക്കയത്തേക്ക് പോകാൻ. ചുറ്റുഭാഗം മലകളാണ്. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു കാഴ്ചകളൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും.
പോകുന്ന വഴിക്ക് കുറേ ചെറിയ ചെറിയ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് നമുക്ക്. കരിയാത്തുംപാറയിൽ 14 കിലോമീറ്റർ ഉണ്ട് കക്കയം ഡാമിലേക്ക്. ഇതൊക്കെ മല കയറുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കക്കയത്തേക്ക് പോകുമ്പോൾ, കക്കയം ഡാമിലേക്ക് പോകുമ്പോൾ 2 സ്ഥലത്തു നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ആദ്യം ഒരു 40 രൂപേൻ്റെ ടിക്കറ്റും പിന്നെ ഒരു 25 രൂപേൻ്റെ ടിക്കറ്റുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മൾ എത്തിയിട്ടുള്ളത് കക്കയം ഡാമിൻ്റെ മെയിൻ എൻട്രൻസിലെയാണ്. മെയിൻ ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ സ്പീഡ് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. 900 രൂപയാണ് 5 പേർക്ക്. 15 മിനിറ്റ് റൈഡ് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് നമ്മൾ നടക്കണം കേട്ടോ. കുറച്ചൊരു 1.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെയും ഡാമിൻ്റെ ഒക്കെ അടുത്തെത്തുക. ഇതിപ്പോൾ കക്കയം ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനത്തിന് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡാമാണ് ഇത്.
ഇവിടുന്നും കുറച്ചുകൂടെ പോകണം കേട്ടോ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക്. ഇവിടുന്ന് കുറച്ച് പോയാൽ ഇതാ ഈ ഒരു ബോർഡ് കാണാം. പിന്നീട് അങ്ങോട്ട് പാറക്കല്ലുകൾ പാകിയ റോഡാണ്. ഇപ്പോൾ നമ്മൾ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ ഇത് തകർന്നതാണെന്നാണ് പറയുന്നത്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട്. അവിടേക്ക് പോകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പാറക്കല്ലുകളിലൊക്കെ നമ്മൾ ചവിട്ടിയിട്ട് വേണം പോകാൻ. ഇവിടെ കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്നൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഒരു പൊടി പോലും കിട്ടില്ല. ഈ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിന് കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഉരക്കുഴി വെള്ളച്ചാട്ടം 2500 അടി ഉയരത്തിലാണ്. ഇവിടെ 5 മണി വരെ പ്രവേശനമുള്ളൂ. പിന്നീട് ഇവിടേക്ക് പ്രവേശനമില്ല. കാരണം എന്താ വെച്ചാൽ ഇരുട്ടായാൽ കാട്ടുപോത്തും ആനയൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത്.
ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇതൊക്കെയാണ് കക്കയത്തെയും ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലെയും വിശേഷങ്ങൾ. ഇനി അടുത്ത പാട്ടിൽ നമുക്ക് കരിയാത്തുംപാറയിലെ വിശേഷങ്ങളൊക്കെ കാണാം.